ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2025 നടക്കാൻ പോകുന്ന SSCയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനായ MTS 10th ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനായ MTSന് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് കറണ്ട് അഫേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MTSന് കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ, കറണ്ട് അഫേഴ്സ് പഠിക്കണമെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം, ജനറൽ അവയർനെസ്സിന്റെ ഇമ്പോർട്ടൻസ് MTS മറ്റൊരു SSCയുടെ എക്സാം പാറ്റേൺ പോലെയല്ല നമ്മുടെ MTS നടക്കുന്നത്. 2 സെക്ഷൻ ആയിട്ടാണ് നടത്തുന്നത്. ആ സെക്ഷനിൽ തന്നെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടാണ് GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷും വരുന്നത്. ഇത് രണ്ടുമാണ് നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന 2 സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇംഗ്ലീഷും ഒന്ന് GKയും ആണ്. അപ്പോൾ ആ GKയിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കറണ്ട് അഫേഴ്സ്. അതങ്ങനെ തള്ളിക്കളയാനായിട്ട് പാടില്ല എന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ കൃത്യമായി തന്നെ ചെയ്യുന്നത്. കാരണവും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ അവയർനെസ് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 25 ക്വസ്റ്റ്യൻസ് ആണ്. എത്ര മാർക്കിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 മാർക്കിന്. 25 ക്വസ്റ്റ്യൻസ് 75 മാർക്കിനാണ് ചോദിക്കുന്നത്. ഏത് GKയുടെ സെക്ഷനിൽ നിന്ന്. ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സെക്ഷനും 25 ക്വസ്റ്റ്യൻ 75 മാർക്കിന് ചോദിച്ചു. അങ്ങനെ ആകെ മൊത്തം 150 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷും GKയിൽ നിന്ന് വരുന്നത്. ഇതിൽ നമ്മൾ അത്യാവശ്യം 100+ മാർക്ക്, ഏകദേശം ഒരു 120ഓളം മാർക്കെങ്കിലും മിനിമം മേടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിൽ നമുക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും മാർക്ക് ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മാർക്ക് തന്നെയാണ്. പക്ഷേ GK എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും പഠിക്കുന്ന പോർഷനിൽ തന്നെയാണോ വരുന്നത്. നമ്മുടെ ഒരു ലക്കും കൂടെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും GKയിൽ നിന്ന് പഠിച്ചു പോവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ജനറൽ നോളജ് തിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സബ്ജക്റ്റുകളുള്ള ടോപ്പിക്സുകളുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റാറ്റിക് GKയുടെ കുറേ ടോപ്പിക്സുകളുണ്ട്. അത് കഴിഞ്ഞ് കറണ്ട് അഫേഴ്സിൻ്റെ ടോപ്പിക്സ് ഉണ്ട്. ഇങ്ങനെ 3 ആയിട്ടാണ് ജനറൽ നോളജിനെ അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എന്താണ് ഈ പറയുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10 തൊട്ട് +2 അങ്ങനെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചു വന്ന കുറേ സബ്ജക്റ്റുകളുണ്ട് അല്ലേ. ഈ പറയുന്ന പോലെ സോഷ്യൽ സയൻസിൽ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, അതുപോലെ സയൻസിലാണെങ്കിൽ അതുപോലെ എക്കണോമിക്സ് ഉണ്ട്. അതുപോലെ തന്നെ സയൻസിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊക്കെ എന്തിലാണ് വരുന്നത്? ഇതൊക്കെ നമ്മുടെ സബ്ജക്റ്റ് നോളജിലാണ് വരുന്നത്. ഇതൊക്കെ സബ്ജക്റ്റുകൾ എന്നുള്ള ടോപ്പിക്ക് വൈസാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു സബ്ജക്ട്സ് എല്ലാവരും കാണാപ്പാടമാക്കുന്ന കാര്യമാണ്. കാരണം ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ എല്ലാവരും 10ലും +2ലും എല്ലാം പഠിച്ച സെയിം സാധനമാണ് വരുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. സബ്ജക്ട്സുകൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം വരുന്ന ഒരേ ഒരു പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാനുള്ള ഒരിതുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GK ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്ക് സ്റ്റാറ്റിക് GKക്ക് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള പല നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ, പെയിന്റിങ്സ്, അങ്ങനത്തെ കുറേ ടോപ്പിക്സുകളുണ്ട്. ഇന്ത്യയെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള GK ടോപ്പിക്സുകളുണ്ട്. അതൊക്കെയാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. നിങ്ങളിപ്പോൾ മ്യൂസീഷ്യൻസ് പഠിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ബുക്സ് പഠിക്കുന്നുണ്ടാവും, അതുപോലെ ഈ പറയുന്ന നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ, ഡാൻസ്, ഫെസ്റ്റിവൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടോപ്പിക്സ് അതിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK ആണ്. ഇതിനും ബുക്ക് എന്ന് പറഞ്ഞ് തന്നെ അവരെന്താറുണ്ട്, ഇറക്കാറുണ്ട്. അപ്പം ബുക്ക് വെച്ച് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കുറേ ടോപ്പിക്സുകൾ ഓരോ സ്റ്റേറ്റ് വൈസുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ പിന്നെ വരുന്ന കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖല, അത് എവിടെ ടച്ച് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഓരോ ആസ്പിറൻസും ഉള്ളത്. കാരണം ആർക്കും അങ്ങോട്ട് എത്തും പിടിയും കിട്ടാത്ത ഒരു ഏരിയ ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ. കറണ്ട് അഫേഴ്സിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്സുകളുണ്ട്. അപ്പോയിൻമെന്റ്സ്, അതുപോലെ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള കുറേ അനൗൺസ്മെന്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനത്തെ കുറേ ഇൻവെൻഷൻസും കാര്യങ്ങളും നമുക്ക് ഇന്ത്യയിൽ പെട്ടെന്ന് നടന്ന കറണ്ട് ആയിട്ട് നടന്ന കുറേ സംഭവങ്ങളുണ്ട്. ഈ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സാം നടത്തുന്നതിന് 1 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 1.5 വർഷം മുന്നേ ഉള്ള കറണ്ട് അഫേഴ്സ്. ഇപ്പോൾ 2025 എക്സാം നടത്തുന്നതെങ്കിൽ ഏകദേശം 2023, 2024 ബേസിസിലുള്ള കറണ്ട് അഫേഴ്സ് ആയിരിക്കും കൂടുതലും ചോദിക്കാനുള്ള ചാൻസ് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു ചില്ലറ കറണ്ട് അഫേഴ്സ് ആയിരിക്കുമോ? അല്ല. എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അവർക്ക് ആ ഒരു ഫിക്സഡ് ഇത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഈ 2023 പോലും ഒരു ടാർഗറ്റ് ലൈൻ അല്ല. എങ്കിലും നമ്മൾ പറയുന്നത് ഒരു 1.5 വർഷത്തിന്റെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ മിനിമം അറിഞ്ഞിരുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയാസ് നിങ്ങൾ കവർ ചെയ്ത് വരുമെന്ന്. പക്ഷേ ഈ ഒരു കറണ്ട് അഫേഴ്സ് സെക്ഷൻ കൃത്യമായി പഠിക്കുന്നവനാണ് മാർക്ക് കയറുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു
സംശയവും വേണ്ട. കാരണം സബ്ജക്ട് നോളജ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും അതിൽ മാർക്ക് മേടിക്കും. അത് കഴിഞ്ഞ് നോക്കുന്ന നമ്മുടെ സ്റ്റാറ്റിക് GK പോർഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്, എല്ലാ പേർക്കും മാർക്ക് മേടിക്കാൻ പറ്റും. കാരണം വരുന്ന ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ കറണ്ട് അഫേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കളയുന്ന ഒരു പാർട്ടാണ്. പക്ഷെ അവിടെയാണ് ഈ ഒരു കറണ്ട് അഫേഴ്സ് സെക്ഷനിൽ ഒരു മാർക്കെങ്കിലും അധികം കിട്ടിയ ഒരാൾക്കായിരിക്കും നിങ്ങളുടെ റാങ്കിൽ ഫസ്റ്റ് എത്തുന്നത്. കാരണം ഇംഗ്ലീഷ് ആയിക്കോട്ടെ GK ആയിക്കോട്ടെ പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ഒരുപോലെ പഠിക്കും. പക്ഷേ എഫേർട്ട് കൂടുതലിട്ട് പഠിക്കുന്ന കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. അത് പഠിക്കാൻ പലരും എന്ത് ചെയ്തില്ല, തുനിയാറില്ല. അത് അവർ എന്താണ്, അവർക്ക് ആ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അത്ര എഫേർട്ട് ഇട്ടിട്ട് അവസാനം വേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി എന്തിനാ വെറുതെ കിടന്ന് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഈ പഠിച്ചതല്ല വരുന്നതെങ്കിൽ കുറേ എന്ത് ചെയ്യും, നമുക്ക് തന്നെ സങ്കടം ഉണ്ടാവും, നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യും. പക്ഷെ അത് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇതിൽ വ്യക്തമാക്കുന്നത്. കാരണം ആ ഒരു 6-8 പോയിന്റ്സ് ആണെങ്കിൽ പോലും 6-8 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫേഴ്സ് ഭാഗത്തുനിന്ന് വരുന്നതെങ്കിൽ പോലും നമ്മൾ അത്രയും മാർക്കെങ്കിലും നമ്മൾ അധികം സ്കോർ ചെയ്യാനായിട്ട് നോക്കണം. കാരണം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമാവാൻ പറ്റുന്ന ഒരേ ഒരു ഏരിയ ഏതാണ്, കറണ്ട് അഫേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് പക്കയായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം ഈ ഒരു 2023-24 എന്ന് കേൾക്കുമ്പോഴേ ഇപ്പോൾ 2024 മാത്രം ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത്രയൊന്നും പഠിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ വിചാരിക്കും. കാരണം ഓരോ മാസവും നടക്കുന്ന, ഓരോ ദിവസം നടക്കുന്ന കറണ്ട് അഫേഴ്സ് എടുത്ത് നോക്കിയാൽ ഒരു 100-150ഓളം കറണ്ട് അഫേഴ്സ് കാണും. അപ്പോൾ ഇത്രയും വർഷത്തെ കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പക്ഷെ അതിനൊരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ ഇനി തൊട്ട് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ, ഇനിയുള്ള സമയം തൊട്ട് മതി. ഓരോ സമയവും നിങ്ങൾ എന്ത് ചെയ്യുക, വിലപ്പെട്ടതായി കണ്ട് ഓരോ സമയം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു തരുന്നത്. ആരും സ്കോർ ചെയ്യാത്ത ഒരു പോയിന്റ് നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റാങ്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുകളിൽ വരികയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് GK അവർ എന്ത് ചെയ്യുന്നത്, പ്രത്യേകം വെയിറ്റേജ് തന്നെ കൊടുക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ പറഞ്ഞു GK 25 ക്വസ്റ്റ്യൻസിൽ 75ഓളം മാർക്കാണ് വരുന്നത്. സബ്ജക്റ്റ് വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 to 12 ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. ആ 10 to 12 ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും. കാരണം സബ്ജക്ട്സ് പഠിക്കുന്ന ഓരോ ആൾക്കാർക്കും സബ്ജക്റ്റ് എന്താ പഠിക്കുക, 10ാം ക്ലാസ് +2 വരെ വരുന്ന ഓരോ സിലബസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞോ, ടെക്സ്റ്റ് ബുക്ക് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് തന്നെ എല്ലാവർക്കും ഒരുപോലെ കിട്ടും. അത് കഴിഞ്ഞ് സ്റ്റാറ്റിക് GKയുടെ ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും ടോപ്പിക്സ് അനുസരിച്ച് നിങ്ങൾ ഡെയിലി പഠിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും വെച്ച്, ഓരോ സ്റ്റേറ്റ് വൈസ്, യൂണിയൻ ടെറിട്ടറി വെച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടുള്ള മാർക്കാണ് സ്റ്റാറ്റിക് GK. ഓക്കെ, പക്ഷേ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അത് ഒരാളുടെ ലക്കാണ്, ഒരാളുടെ എഫേർട്ടാണ്, ഒരാളുടെ ഹാർഡ് വർക്ക് ആണെന്നുള്ള കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കുക. നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത് നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഡെയിലി ന്യൂസ് ജേർണൽസ് വായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ന്യൂസ് കാണുന്നവരാണ്. ഇങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ പോയിന്റ് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ. അതായത് ലോക വിവരം ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് അഫേഴ്സിൽ മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അയാൾ കേൾക്കണം, ഡെയിലി ആർട്ടിക്കിൾസ് വായിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ബുക്സ് വായിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ. ഇപ്പം നമ്മളെ സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇന്റർനാഷണലി ആയിക്കോട്ടെ നാഷണലി ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യം കൃത്യമായി നോട്ട് ചെയ്യുന്ന ആൾ, കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്കോർ അതാണ് നിങ്ങൾ പലപ്പോഴും എക്സാമിന് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, ചെന്ന് ഇരിക്കുമ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് ചോദിച്ചതെന്ന് പോലും അറിഞ്ഞുകൂടാ എന്ന് എത്രയോ പേര് ക്വസ്റ്റ്യൻസ് പറയാറുണ്ട്. എത്രയോ പേര് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആൻസർ ആയിട്ട് അവർ പറയുന്നതാണ്, അയ്യോ കുറേ ക്വസ്റ്റ്യൻസ് വന്നു, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്, നിങ്ങൾ ആ ഏരിയ നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് അഫേഴ്സ് സ്കിപ്പ് ചെയ്തതുകൊണ്ട്. കാരണം അത് കറണ്ട് അഫേഴ്സിൽ നിന്ന് വരുന്നതാണ്. പല ക്വസ്റ്റ്യൻസും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും, നമ്മൾ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്, അത് കറണ്ട് അഫേഴ്സ് ഭാഗത്തു നിന്നാണ് വരുന്നത്. ആ ഭാഗം പഠിച്ച് തീർക്കണമെങ്കിൽ അതിൻ്റെ ടോപ്പിക്സ് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ടോപ്പിക്സ് ആണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് അഫേഴ്സിന് 6 to 8 മാർക്കേ ഉള്ളൂ. അതായത് 6 to 8 ക്വസ്റ്റ്യൻസേ കറണ്ട് അഫേഴ്സിൽ നിന്ന് വരുള്ളൂ. ആ 6-8 ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ബാക്കിയിൽ ഞാൻ സ്കോർ ചെയ്യാമെന്നുള്ളൊരു മനോനില നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം ഇപ്പം നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, സ്റ്റാറ്റിക് GK ആയിക്കോട്ടെ, നമ്മൾ ഷോർട്ടാണെന്ന് വിചാരിച്ച് പഠിച്ച് പോകുന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസുകളുണ്ട്. അത് ഏതൊരു എക്സാം ആയാലും അങ്ങനെ തന്നെയാണ്. എല്ലാപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ അറിയാതെ നമ്മൾ അബദ്ധം കാണിച്ചതായിരിക്കും, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരും. അപ്പം നമുക്ക് അവിടെ ഷോർട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവിടെ ഒരു ഭാഗ്യം നമ്മളെ കടാക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറണ്ട് അഫേഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ്. അപ്പോൾ ആ കറണ്ട് അഫേഴ്സ് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന പോലെ സ്കിപ്പ് ചെയ്യാണ്ട് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ ശ്രമമായിരിക്കും നിങ്ങളെ ശരിക്കും റാങ്കിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു റാങ്കിങ് പട്ടിക എങ്ങനെയാണ് കിട്ടേണ്ടതെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്താൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുമെന്നും ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് SSC കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആകെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ആ ടോപ്പിക്സ് ഇനി ന്യൂസ് പേപ്പർ വായിക്കാത്തവരാണെങ്കിൽ ഇനി ന്യൂസ് പേപ്പർ വായിച്ചു തുടങ്ങുക. ചുമ്മാ ജസ്റ്റ് എങ്കിലും എന്ത് ചെയ്യുക, ഗൂഗിളിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ ആർട്ടിക്കിൾസ് വരുന്ന കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ? ആ ഒരു സംഭവമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ചുമ്മാ നോക്കാമല്ലോ. നമ്മൾ വെറുതെ ഷോർട്സ് ഒക്കെ അടിച്ച് നോക്കുന്ന സമയത്തായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, എന്തിലായിക്കോട്ടെ, ജസ്റ്റ് ന്യൂസ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് തെറ്റൊന്നും ഇല്ലല്ലോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതിനൊന്ന് കൊടുക്കാനായിട്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക ഇനിയുള്ള ദിവസമെങ്കിലും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നോക്കുമ്പോൾ, ഇനി ഒരു ന്യൂസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഒരു കാര്യം ഒരു വെബ്സൈറ്റിൽ കയറി ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് എന്താണ് നോട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വരുന്നത് നാഷണൽ ന്യൂസ് ആണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? നാഷണൽ ന്യൂസ് ആണ്. നാഷണൽ ന്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറേ പോളിസീസ് കാണും, അല്ലെങ്കിൽ സ്കീമുകൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ബാക്കിയുള്ള ഇന്ത്യയുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ഈ പറയുന്ന പോലെ പല രീതിക്കും അവരെന്ത് ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, പുതുതായിട്ട് ഇറക്കുമതി ചെയ്യും. അതായത് ഇപ്പോൾ ഓരോ വർഷം കഴിഞ്ഞ് പോകുന്നവരും അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഇന്ന സ്പെഷ്യാലിറ്റികൾ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. നമുക്ക് എപ്പോഴും എന്താണ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ്, ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പുതിയ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പുതിയ പുതിയ സമ്മിറ്റ്സുകൾ ചെയ്യണം, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ തുടരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ നിങ്ങൾ ആലോചിക്കണം. പുതിയ എന്തെങ്കിലും ഗവൺമെൻറ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തോ, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ലെജിസ്ലേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മിനിസ്ട്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, ലെജിസ്ലേറ്റീവ് ആയിട്ടോ പാർലമെൻറ്റ് ബേസ് ചെയ്തോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, അതായത് മിനിസ്ട്രിയെ പറ്റി നിൽക്കുന്ന എന്ത് കാര്യങ്ങളും, അതിപ്പോൾ ഈ സുപ്രീം കോർട്ടിലായിക്കോട്ടെ, എന്തെങ്കിലും പുതിയ കേസുകൾ നടന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗത്ത് നിന്ന് ഇഷ്യൂസ് ഉണ്ടായോ, അങ്ങനത്തെ ഒരു കീ പോയിന്റ്സ് ഉണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എടുത്തു നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ എന്ത് ഇറപ്പിയിട്ട ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ന്യൂസ് ചാനൽ കാണുന്നവർക്കും അറിയാം. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ നോക്കേണ്ട ഇന്റർനാഷണൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എത്രത്തോളം വളരുന്നു എന്നറിയുന്നെങ്കിൽ ഇന്ത്യക്ക് എത്ര ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അലയൻസ് ഉണ്ട്, അവരെന്തെങ്കിലും ആണ് പുതിയത് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു രാജ്യവുമായിട്ട് മിങ്കിൾ ചെയ്ത് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതാണ് ഗ്ലോബൽ സമ്മിറ്റുകൾ അറിയാലോ. ഏഷ്യൻ സമ്മിറ്റ് ഉണ്ട്, അതുപോലെ ഈ പറയുന്ന G20 എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് പോയി ചെയ്യുന്ന സമ്മിറ്റ്സുകളാണ്. രണ്ട് രാജ്യങ്ങളുടെ കോപ്പറേഷൻ കാണിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് കഴിഞ്ഞ് ബൈലാറ്ററൽ എഗ്രിമെന്റ്സുകൾ കാണും, ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റുകൾ. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്തിൽ തന്നെ അറിയാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ ഇനി കേട്ടാൽ അതെന്താണെന്നുള്ളൊരു കാര്യം, ആരാണ് അവിടെ സംസാരിക്കുന്നത്, അവിടുത്തെ പ്രസിഡന്റ് ആരാണ്, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്, അവിടെ ആരാണ് അതിനു വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്, എന്തിൻ്റെ പേരിലായിരുന്നു ഇഷ്യൂ, ഇങ്ങനെയുള്ള കീ പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. അതിനെന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഇന്റർനാഷണൽ ന്യൂസ് വെബ്സൈറ്റ്സും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ന്യൂസ് സോഴ്സുകളും യൂട്യൂബിൽ തന്നെ പലരും എന്ത് ചെയ്യും, കണ്ടന്റ് ചെയ്തിടാറില്ലേ, പോഡ്കാസ്റ്റ് പോലെയൊക്കെ. അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞ് വരുന്നത് എക്കണോമി ആൻഡ് ബാങ്കിങ് ആണ്. എക്കണോമി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ, എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും എപ്പോഴും എക്കണോമിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നോ, ബാങ്കിങ് റീഫോംസ് എന്തെങ്കിലും കൊണ്ടുവന്നോ, ബാങ്കിൽ എന്തെങ്കിലും പുതിയ ന്യൂസോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ബഡ്ജറ്റുകളുടെ അപ്ഡേറ്റ്സുകൾ, ഓരോ വർഷം തോറും ബഡ്ജറ്റ് അപ്ഡേറ്റ് ചെയ്യില്ല, ആ ബഡ്ജറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കണം. അത് കഴിഞ്ഞ് ബാങ്കിങ് റീഫോംസ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ബാങ്കുകൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എത്രത്തോളമാണ് റെപ്പോ റേറ്റ് ഉയരുന്നത്, അല്ലെങ്കിൽ പറയുന്ന പോലെ GDP റേറ്റിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞു റേറ്റുകൾ വരാറുണ്ട്. കുറേ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവരുടെ വാർഷികമായിട്ടുള്ള ആനുവൽ ആയിട്ടുള്ള കുറേ റേറ്റുകളുണ്ട്. ആ റേറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രത്തോളം ഗ്രോസ് റേറ്റ് കൂടി, ഇത്രത്തോളം കുറഞ്ഞു, ഇൻഫ്ലേഷൻ വന്നോ, ഡിഫ്ലേഷൻ വന്നോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ എക്കണോമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതൊക്കെ എന്താണ്, ബഡ്ജറ്റ് ഡോക്യുമെന്റ്സും പബ്ലിക്കേഷൻസും ഫിനാൻഷ്യൽ ന്യൂസ് വെബ്സൈറ്റ്സും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സയൻസ് ആൻഡ് ടെക്നോളജി.
ടെക്നോളജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീൽഡ് ആവാൻ കാരണം നമ്മുടെ ഡെവലപ്മെന്റ്സിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഒരു സാധനമാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഇന്ത്യ എത്രത്തോളം ഡെവലപ്പ് ആവുന്നു അത്രത്തോളം സയൻസ് ആൻഡ് ടെക്നോളജി അനുസരിച്ചാണ് നമ്മൾ ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ പുതിയ എന്തെങ്കിലും എന്താണ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് നമ്മൾ കൊണ്ടുവന്നോ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു പുതിയൊരു സാധനം നമ്മൾ ഇൻവെന്റ് ചെയ്തോ, കണ്ടുപിടിച്ചോ എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് എന്താണ് സ്പേസ് മിഷൻസ്, ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട സ്പേസ് മിഷൻസ് ആണ് കേട്ടോ. ഏതൊക്കെ സ്പേസ് മിഷൻസ് ആണ് ഇന്ത്യ ഒരു വർഷത്തേക്ക് ഇറക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് സ്റ്റെപ്പാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ പല IIT-കളും ചെയ്യുന്ന കുറേ ഇൻവെൻഷൻസ് ഉണ്ട്. IIT മദ്രാസ്, IIT ചെന്നൈ, ഈ പറയുന്ന പോലെ എന്താണ് മുംബൈ, പൂനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. IITs ഉണ്ട്, IIT ഡൽഹി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ IIT-കൾസ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ സയൻറ്റിഫിക് റിസർച്ചുകൾ, എന്തെങ്കിലും പുതിയ റിസർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും പേര് മാറ്റോ അല്ലെങ്കിൽ പുതിയ വെറൈറ്റി ക്രോപ്പുകളോ വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിനെ കണ്ടുപിടിച്ചോ അങ്ങനത്തെയൊക്കെ കുറേ പുതിയ ഇൻവെൻഷൻസ്, പുതിയ എന്തെങ്കിലും ഒരു സാധനം ഡിസ്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് വരുന്നത് എൻവയോൺമെന്റൽ റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. എൻവയോൺമെന്റിൽ തന്നെയാണ് നാച്ചുറൽ ലൈഫോ വൈൽഡ് ലൈഫോ എന്തെങ്കിലും പുതുതായിട്ട് പുതിയ റാംസാർ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തു കണ്ടുപിടിക്കുകയോ റാംസാർ സൈറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂവിനെ കണ്ടുപിടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇത് കാണും. അതൊക്കെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം പഠിക്കണം. ക്ലൈമറ്റിക് ചേഞ്ച് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺഫറൻസോ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ചെയ്യണം. അതുപോലെ എൻവയോൺമെന്റൽ പോളിസി എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. സ്പോർട്സ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്പോർട്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് എപ്പോഴും സ്പോർട്സ് അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം നിങ്ങൾ ക്രിക്കറ്റ് കാണുന്നുണ്ട്, ഫുട്ബോൾ കാണുന്നുണ്ട്, പലതരത്തിലുള്ള ടൂർണമെന്റ്സ് നിങ്ങൾ കാണുന്നവരായിരിക്കും. അതുകൊണ്ട് അതൊക്കെ അറിയാം. പക്ഷേ ഇന്റർനാഷണലി വൈഡഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള പല സ്പോർട്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വരുന്നത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആണ്. നമ്മുടെ പല അവാർഡ്സുകളുണ്ട്, പത്മ അവാർഡ്സ്, ഭാരത് രത്ന, അതുപോലുള്ള എല്ലാ കേരളരത്ന അവാർഡ്സ് തുടങ്ങി പല അവാർഡ്സും പുതുതായിട്ട് ആർക്കൊക്കെയാണ് കൊടുത്തതെന്നുള്ളൊരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ലിറ്ററേച്ചർ അവാർഡ് ഉൾപ്പെടെയുള്ള പല അവാർഡ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് വരുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. ഇത് സ്ട്രാറ്റജിക്കലി ഇതിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പുതിയ പബ്ലിക്കേഷൻസ് എന്തെങ്കിലും അല്ലെങ്കിൽ പുതിയ ലിറ്ററേച്ചർ അവാർഡ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കാരണം ബുക്കിൻ്റെ പേരിൽ എന്തെങ്കിലും അനൗൺസ് ചെയ്തോ, പുതിയ എന്തെങ്കിലും ഒരു കാര്യമാണ് അതിലുള്ളത്, അല്ലെങ്കിൽ പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള പല കാര്യങ്ങളുമാണ് പറയുന്നതെങ്കിൽ അതൊക്കെ നമ്മൾ അറിയാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഒബിച്വറീസ്. ഒബിച്വറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബിച്വറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റിപ്പോർട്ട്സ് ആണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിയണം. ഇപ്പോൾ ഈ ഇടയ്ക്ക് സക്കീർ ഹുസൈൻ മരിച്ചു, അല്ലെങ്കിൽ MT വാസുദേവൻ നായർ മരിച്ചു, ഇങ്ങനെയുള്ളവരുടെ അപ്ഡേറ്റ്സ് അറിയണം. അവർക്ക് എപ്പോഴാണ് ഒരു അവാർഡ് കിട്ടിയത്, അവരേതെങ്കിലും ബുക്ക് ഇറക്കിയിട്ടുണ്ടോ, അവരേതെങ്കിലും പാർലമെന്റ് ഇലക്ഷൻസിലോ അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, അവരെന്താണ് പബ്ലിക്കിന് വേണ്ടി ചെയ്തത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കി നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിച്ച് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നോട്ടബിൾ പേഴ്സണാലിറ്റി ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ പഠിച്ചോണം. അത് കഴിഞ്ഞ് പറഞ്ഞ മിഷലനീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, വാട്ടർ ഡേ, ആർമി ഡേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ഡേയ്സ് ഉണ്ട്. ആ ഡേയ്സിൽ അവർ എന്തെങ്കിലും പുതിയ തീം കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ടാർജറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത്ര ടോപ്പിക്സുകളാണ് തിരിച്ചിട്ടുള്ളത്. ഈ ഓരോ ടോപ്പിക്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കറണ്ട് അഫേഴ്സ് റീഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് തന്നെ പഠിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇത് തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, വേറെ മറ്റു കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇത്രയും പോയിന്റ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ആവുമെന്നുള്ളൊരു കാര്യം ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മന്ത്ലി കറണ്ട് അഫേഴ്സുകൾ നോക്കുക. PDF കമ്പൈലേഷൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നോക്കി പഠിച്ചു പോകാനായിട്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കറണ്ട് അഫേഴ്സും കൂടെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് GKയുടെ ഒപ്പം നോക്കി പോകാനുള്ള ആവശ്യങ്ങളേ ഉള്ളൂ. ആ മാർക്ക് നിങ്ങൾ വെറുതെ കളഞ്ഞു കുളിക്കരുത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് ആണ്. ഈ ടോപ്പിക്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇനി കറണ്ട് അഫേഴ്സ് പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പോലും 2024 അല്ലെങ്കിൽ 2025 തൊട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ജനുവരി 2025 കറണ്ട് അഫേഴ്സ് മന്ത്ലി ആയിട്ട് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, പഠിച്ചു പോകുക. മന്ത്ലി കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരാഴ്ച എടുത്ത് വേണമെങ്കിൽ ഒരു മന്തിൻ്റെ കറണ്ട് അഫേഴ്സ് പഠിച്ചു പോകാം. നിങ്ങൾക്ക് സമയം ആവശ്യത്തിലധികം ഉണ്ട്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കണം,
കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ SSC MTSന്റെ ന്യൂ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെയ് 7 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ഷെഡ്യൂൾ ആയിട്ട് തന്നെ പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 300+ അവേഴ്സ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് വരുന്നതായിരിക്കും. മെന്റൽ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ MTS എന്ന് പറയുന്ന ഈ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം മിസ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല ഫാക്കൽറ്റീസും ഏറ്റവും നല്ല പ്രൊഫഷണൽ വെയിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ സ്റ്റഡി പ്ലാൻസ് ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് MTS പഠിപ്പിച്ചു പോകുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. ആ റിസൾട്ടിനൊപ്പം നിൽക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും SSC MTSന്റെ ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 7 കൂടുതൽ ആഗ്രഹമുണ്ട്, പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ്, ആദ്യമേ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയം എന്തായാലും നിനക്ക് സുരക്ഷിതമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവട്ടെ. ഏറ്റവും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ വിജയം നിങ്ങൾ ഉറപ്പാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്